ഇന്ന് ആന്റി ഹീറോ സംഭവങ്ങൾ ഭയങ്കര പോപ്പുലറാണ്. അതൊക്കെ ചെയ്യിക്കുന്നത് ഓരോ ഇൻഡസ്ട്രിയിലെയും പ്രധാനപ്പെട്ട നടന്മാരെ കൊണ്ട് തന്നെ. എന്നാൽ ഒരു 10-14 വർഷങ്ങൾക്ക് മുൻപ് നായകൻ ഈസ് ഈക്വൽ ടു നന്മമരം എന്ന കൺസെപ്റ്റ് എല്ലാ ഇൻഡസ്ട്രിയിലും നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇൻഡസ്ട്രിയിലെ ഒരു പ്രധാനപ്പെട്ട ഹീറോയെ തന്നെ പിടിച്ച് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഓർഡറായ ഒരു കഥാപാത്രം ചെയ്യിക്കുന്നു. ആൾ ഉഡായിപ്പാണ്, ആൾ ഫ്രോഡാണ് എന്ന് നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരിടത്ത് പോലും വെള്ള പൂശാനുള്ള ഒരു ശ്രമം നടക്കുന്നുമില്ല. പൊതുവെ ഇക്കാലത്തുള്ള സിനിമകളിൽ പോലും എത്ര വലിയ ആന്റി ഹീറോ ആണ്, ഗുണ്ടയാണെന്നൊക്കെ പറഞ്ഞാലും സ്നേഹിക്കുന്ന പെണ്ണിനോടെങ്കിലും ആത്മാർത്ഥത കാണിക്കും. ഇവിടെ അതുമില്ല. അങ്ങനെ ഒരു എൻറ്റയർലി ഡിഫറെന്റ് സെറ്റപ്പിലുള്ള ഒരു ഹീറോ അല്ല, വില്ലൻ. അപ്പൊ വർഷം 2011 ബാംഗ്ലൂർ എയർപോർട്ടിനടുത്ത് ചിക്ബലാപൂർ എന്ന പേരിലൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഏവിയേഷൻ കോഴ്സുകൾ നടത്തുന്ന ഒരു കോളേജ് ഉണ്ട്. കാര്യം എന്റെ കോളേജ് അവിടെ നിന്ന് ഒരുപാട് ദൂരെയായിരുന്നെങ്കിലും +2 കൂടെ പഠിച്ചിരുന്ന കുറച്ച് ഫ്രണ്ട്സ് ഈ കോളേജിൽ അഡ്മിഷൻ എടുത്തിരുന്നത് കൊണ്ട് ആദ്യത്തെ ഒരു മാസം ഞാൻ അവരുടെ കൂടെയായിരുന്നു താമസം. അവരുടെ റൂമിന്റെ തൊട്ടിപ്പുറത്ത് 3 തമിഴന്മാരായിരുന്നു. ഇവന്മാര് ഫുൾ ടൈം ഈ പടത്തിലെ ടൈറ്റിൽ ട്രാക്കും അതിന്റെ ഒരു റീമിക്സ് വെർഷനും ഇറങ്ങിയിരുന്നു. ഇത് തന്നെ കേട്ട് നടക്കുകയാണ്. അപ്പോഴാണ് ഈ സിനിമയെ പറ്റി ഞാൻ ആദ്യമായി ശ്രദ്ധിക്കുന്നത്. അതും കഴിഞ്ഞ് ഒരു ലീവ് കിട്ടി നാട്ടിലെത്തിയപ്പോൾ വേറൊരു കാര്യം മനസ്സിലായി. അന്ന് ഏതാണ്ട് 17-18 വയസ്സുള്ള ചെറുപ്പക്കാർക്ക് തമിഴിൽ അജിത്ത് എന്നൊരു ആക്ടർ ഉണ്ടെന്ന് അറിയാമെന്നല്ലാതെ ആളുടെ ഒരു പടവും കണ്ടു കാണാൻ സാധ്യതയില്ല. എന്നാൽ ഈ സിനിമ ഇറങ്ങിയതോടുകൂടി ഇത് പോയി കാണുകയും കണ്ടിറങ്ങിയ ശേഷം ആളുടെ ഫാനായി മാറുകയും ചെയ്ത കുറച്ചധികം പേർ എന്റെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു.